കൊതി വരില്ല എന്നുണ്ടെങ്കിലേ ഞാനൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും നമ്മളടുത്ത് കോമാങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ലോണം പഴുപ്പായിട്ടൊന്നുമില്ല, എന്നാൽ ഏകദേശം പഴുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ നാലെണ്ണം മാറ്റി വെച്ചിരുന്നു. മുന്നേ ഞങ്ങൾ ഉണ്ടാക്കി തിന്നിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയുണ്ടാവും എന്നാലും. അപ്പോൾ ഇങ്ങനെ കോമാങ്ങ എടുത്തിട്ട് 4 ഭാഗം ഒന്ന് ഇങ്ങനെ കീറി കൊടുക്കുക കേട്ടോ. ഇനി ഈ മാങ്ങ ഒന്ന് വേവിച്ചിട്ട് കേട്ടോ. അപ്പം അതിന് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളക് പൊടിച്ചിട്ടതാണ് കേട്ടോ. നമ്മളെ മാങ്ങ കുറച്ച് എരിവും ഉപ്പൊക്കെ കിട്ടാൻ വേണ്ടി. ഞാൻ ഉണ്ടാക്കുന്ന സാധനം എന്താണെന്ന് പറഞ്ഞല്ലോ, ശർക്കര മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങ ഇങ്ങനെ വെള്ളത്തിൽ വേവാൻ കിടക്കുമ്പോൾ ഒരു ശർക്കര അച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. മാങ്ങ നല്ല മധുരം ഉണ്ടെങ്കിൽ കുറേ ഒന്നും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല ഉണഞ്ഞ് ആ ശർക്കരയിൽ കിടന്നിട്ട് ആ മാങ്ങ വെള്ളം കൊണ്ട് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങയ്ക്കല്ലേ ഇതാ ശർക്കര വെള്ളത്തിൽ കിടന്ന് വറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് നേരമായി വറ്റിയത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതേന്നു കേട്ടോ. എന്നാലും നമുക്കൊരു പാകത്തിന് പൊളിച്ച് തിന്നാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ശർക്കര ഈ കുറുന്നലുള്ള ശർക്കര ഇത് മാങ്ങയ്ക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാനിത് മൊത്തം ഈ പാകത്തേക്ക് മാറ്റാൻ പോകണം. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കണം കേട്ടോ. 2 മാങ്ങയാലും 3 മാങ്ങയാലും ഒക്കെ ഉണ്ടാക്കി നോക്കാം. ഒന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. നല്ല മധുരം ഉണ്ടാവും. ശർക്കരയൊക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ട് നല്ല പോലെ മധുരം വന്നിട്ടുണ്ടാവും. അടിപൊളിയാണ് കേട്ടോ. ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളി കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ കഴിച്ചോട്ടെ.